ഹലോ, ഞാൻ ഇന്ന് 10th ചാപ്റ്റർ സെക്കൻഡ് സർക്കിൾസിലെ പേജ് നമ്പർ 53 ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് ചെയ്യുന്നത്. അപ്പോ ഇതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻസിൽ 3 ഫിഗേഴ്സ് വന്നിട്ടുണ്ട്. പക്ഷെ ഞാനിവിടെ ഒരു ഫിഗറെ വരച്ചിട്ടുള്ളൂ. അപ്പോ 3 തെളിയിക്കണം. ഇപ്പൊ ആദ്യം ഞാൻ ഇത് ചെയ്യുന്നുണ്ട്, കുറച്ച് സ്പേസിന്റെ ഇത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് ഇത് ചെയ്യാം. In all the pictures given below, O is the center of the circle and A, B, C are points on it. Calculate all angles of triangle ABC and triangle OBC in each. Okay, അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ ഈ ഫിഗറിന്റെ ആൻസർ നമുക്ക് ചെയ്യാം. ബാക്കി അതിനുശേഷം ഇവിടെ 3 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിന്റെ ഫസ്റ്റ് ഒന്നാണ് ഞാൻ ഇപ്പൊ ചെയ്യുന്നത്. ഇവിടെ പിക്ചറിൽ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. അതിന്റെ റേഡിയസ് വെച്ചിട്ട് ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. OBC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഇതിന്റെ താഴത്തെ ഇത് വെച്ചിട്ട് എയുടെ പോയിന്റിലേക്ക് വേറൊരു ട്രയാങ്കിൾ കൂടി തന്നിട്ടുണ്ട്. അത് ട്രയാങ്കിൾ ABC എന്നാണ്. അപ്പോ എന്നിട്ട് ഇവർ പറയുന്നതെന്ന് വെച്ചാല് ട്രയാങ്കിൾ ABCയുടെയും ട്രയാങ്കിൾ OBCയുടെയും ഫുൾ ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറയുന്നത്, അല്ലെ? അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാനിപ്പോ ഈ എയിൽ നിന്നും എയും ഒയും, അതായത് എയും ഒയും പോയിന്റ്സ് തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്യണം. എയിൽ നിന്ന് ഒയിലേക്ക് ഒരു ലൈൻ ഞാൻ വരയ്ക്കുകയാണ്. ഇത് നമ്മൾ കൂട്ടിമുട്ടിച്ചു. അപ്പൊ നമുക്ക് 2 ട്രയാങ്കിൾസ് കിട്ടിയിട്ടുണ്ട് ഇവിടെ, അല്ലെ? ഇവിടെ ഈ പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്തപ്പോൾ 2 ട്രയാങ്കിൾസ് കിട്ടി. അപ്പൊ ഈ ട്രയാങ്കിൾസിന് എന്തെങ്കിലും ഒരു പ്രത്യേകത കാണുന്നുണ്ടോ? ഈ ട്രയാങ്കിൾസ് സർക്കിളിന്റെ റേഡിയസിൽ നിന്ന് മേളിലേക്ക് വരച്ച ലൈനിൽ നിന്ന് ഫോം ആയ ട്രയാങ്കിൾ ആണ്. അപ്പോൾ റേഡിയസിൽ നിന്ന് വരയ്ക്കുന്ന ലൈൻസ് അത് ഫോം ചെയ്ത ഒരു ട്രയാങ്കിൾ കിട്ടുമ്പോൾ അതെന്തായിരിക്കും? ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കും, അല്ലെ? അതായത് ഈ 2 സൈഡും ഈക്വൽ ആണ്. ഈ സൈഡും ഈക്വൽ ആണ്, അല്ലെ? അതേപോലെ ഈ സൈഡും ഈക്വൽ ആണ്. ഇത് രണ്ടും എന്താണ്? അപ്പോ ഐസോസെലസ് ട്രയാങ്കിൾ ആണ്, അല്ലെ? ഈ 2 സൈഡും എന്താണ്? ഈക്വൽ ആണ്. അപ്പോ ഇത് 20 ഡിഗ്രി ആണെങ്കിൽ അപ്പൊ ഇവിടെയും 20 ഡിഗ്രി ആയിരിക്കില്ലേ? കാരണം ആംഗിൾസ് സെയിം ആണ്. അതുപോലെ ഇവിടെ 30 ഡിഗ്രി തന്നിട്ടുണ്ട്. സെയിം ഹിയർ ഇവിടെയും 30 ഡിഗ്രി തന്നെ ആയിരിക്കും, അല്ലെ? അത് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞു. അപ്പോ ഇവിടെ നമുക്ക് നോട്ട് ചെയ്യാം എന്തൊക്കെയാണ്. AO, അല്ലെ? ഈ ട്രയാങ്കിൾ ഫോം ചെയ്ത ട്രയാങ്കിൾ വെച്ചിട്ട് AO ഈക്വൽസ് OB എത്ര ഡിഗ്രിയാണ്? 20 ഡിഗ്രി വെച്ചിട്ടാണ്, അല്ലെ? 20 ഡിഗ്രിയാണ്. അതുപോലെ AO ഈക്വൽസ് ആരൊക്കെയാണ്? OC എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രി. അപ്പൊ ഇത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഒരു ട്രയാങ്കിളിന്റെ ഫുൾ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ്? ഒരു ട്രയാങ്കിളിന്റെ ഫുൾ ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്, അല്ലെ? അപ്പോ ഈ 180 ഡിഗ്രിയിൽ ആദ്യത്തെ ഈ ട്രയാങ്കിൾ എടുക്കാം. ഈ 180 ഡിഗ്രിയുടെ ഇതില് 180 ഡിഗ്രി ആണെങ്കിൽ ഇതിന്റെ രണ്ട് സൈഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഏതൊക്കെയാണ്? ഇവിടെ ഒരു 20 ഡിഗ്രിയും കിട്ടി, ഇവിടെ ഒരു 20 ഡിഗ്രിയും കിട്ടി. അങ്ങനെയെങ്കിൽ ഇവിടത്തെ എത്രയായിരിക്കും? ഈ 20 പ്ലസ് 20 അതിൽ നിന്ന് ഈ 180 മൈനസ് ചെയ്താല് ഇവിടുത്തെ ഓയുടെ കിട്ടില്ലേ നമുക്ക്? എത്രയാണ് ഓയുടെ ആംഗിൾ? എത്രയാണ് കിട്ടുക? അപ്പോ 20 പ്ലസ് 20 40, അല്ലെ? ഈ 180ന്ന് 40 മൈനസ് ചെയ്താല് നമുക്ക് ഇവിടുത്തെ ഇത് കിട്ടില്ല ആംഗിള്. അപ്പൊ എത്രയാണ്? 140 ഡിഗ്രിയാണ് ഇവിടുത്തെ ആംഗിൾ, അല്ലെ? AOBയുടെ ആംഗിൾ എത്രയാണ്? 140 ഡിഗ്രി നമുക്ക് കിട്ടി. അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത ഈ ആംഗിളിലേക്ക് പോവാണ്. ഈ ട്രയാംഗിളിലേക്ക് നമ്മൾ പോവാണ്. ഈ ട്രയാംഗിളില് ഈ സൈഡും നമുക്കറിയാം. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ട്രയാംഗിളിന്റെ ഫുൾ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 180 ഡിഗ്രി. ഈ 180 ഡിഗ്രിയിൽ 30 നമുക്ക് ഈ 2 വശത്തായിട്ട് കിട്ടി. അപ്പൊ ഈ 2 ഡിഗ്രിയും തമ്മിൽ ആഡ് ചെയ്തിട്ട് അതിനെ 180 കൊണ്ട് മൈനസ് ചെയ്താല് ഈ ഓയുടെ പോയിന്റ് നമുക്ക് കിട്ടില്ലേ? കിട്ടും, അല്ലെ? നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കിയാലോ. 30 പ്ലസ് 30 എത്രയാണ്? 60. 60യുടെ 180 കൊണ്ട് നമുക്ക് മൈനസ് ചെയ്യാം. 180 മൈനസ് 60 എത്രയാണ്? 120, അല്ലെ? അപ്പൊ ഇവിടുത്തതും കിട്ടി. എത്രയാണ്? 120.
പിന്നെ ഇനി വരാനുള്ളത് ഈ ലാസ്റ്റ് ഏതാണ്, BOC അല്ലെ, അല്ല ട്രയാങ്കിൾ OBC, ഇതിന്റെ ആംഗിൾസ് ആണ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പോ ഒരു സർക്കിളിന്റെ റേഡിയസിന്റെ അവിടത്തെ ആംഗിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും, 360 ഡിഗ്രി അല്ലെ. അത് നമുക്കറിയാം, ഒരു സർക്കിളിന്റെ ഫുൾ ഇതെന്ന് പറയുന്നത് എത്രയാണ്, 360 ഡിഗ്രി ആയിരിക്കും. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോ ഈ റേഡിയസിന്റെ ഫുൾ വരേണ്ടത് എത്രയാണ്, 360 ഡിഗ്രിയാണ് വരേണ്ടത്. അപ്പോ നമുക്ക് 360 ഇത്ര എടുക്കുമ്പോൾ അത് 360. ഒരു സർക്കിളിന്റെ റേഡിയസിന്റെ ഇവിടത്തെ ആംഗിൾ എത്രയാണ്, 360 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ വശത്തെയും കിട്ടി. എന്തൊക്കെയായിരുന്നു, 140 ഡിഗ്രി കിട്ടി, 120 ഡിഗ്രി കിട്ടി. ആ 140 ഡിഗ്രിയും കിട്ടി, എത്രയും കിട്ടി, 120 ഡിഗ്രിയും കിട്ടി. അപ്പോ 360 ഡിഗ്രിയാണ് നമ്മൾക്ക് വേണ്ടത് അല്ലെ. അപ്പോ അതിന്റെ ഈ രണ്ടും തമ്മിൽ ആഡ് ചെയ്തതിനെ ഈ 360 കൊണ്ട് മൈനസ് ചെയ്താൽ ഇവിടുത്തെ ഇത് കിട്ടില്ല, ആംഗിൾ കിട്ടില്ലേ. അപ്പൊ എത്രയായിരിക്കും, 140 പ്ലസ് 120 എന്ന് പറയുന്നത് എത്രയാണ്, 260 ആണ് അല്ലെ. അപ്പൊ ഈ 260യെ 360 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് ചെയ്യാം. അപ്പൊ ഇവിടുത്തെ ആംഗിൾ കിട്ടും. അപ്പോൾ 360 മൈനസ് 260 ഈക്വൽസ് എത്രയാണ്, 100. അപ്പൊ ഇവിടുത്തെ ആംഗിളും നമുക്ക് കിട്ടിക്കഴിഞ്ഞു, 100 അല്ല. അപ്പൊ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ 360 ഡിഗ്രി കിട്ടണം. അപ്പൊ അത് നമുക്ക് കിട്ടി. പിന്നെ നമ്മൾ വീണ്ടും പഠിച്ചിട്ടുണ്ട്, ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്, ടോട്ടല് 180 ആണ്. 180യുടെ 100 നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇനി ഇവിടുത്തെ രണ്ട് ആംഗിളും കൂടെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ, വേണ്ടേ. അപ്പൊ 180യുടെ 100 കിട്ടി. അപ്പൊ ഇനി 80 ആണ് ബാലൻസ് ഉള്ളത്. അപ്പൊ ഇതൊരു ഒരു റേഡിയസിൽ നിന്ന് വന്നേക്കുന്ന ട്രയാങ്കിൾ ആണ്. അത് രണ്ട് വശവും സെയിം ആയിരിക്കും. സെയിം ആണ്. ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡും ഈക്വൽ ആയാൽ അത് എന്താണ്, ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അപ്പൊ ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആകുമ്പോൾ ഈ സൈഡും ഈക്വൽ ആണ് അതിന്റെ. അപ്പൊ ഇവിടെ 100 ആണ്, ബാക്കിയുള്ളത് ഇനി 80 ആണ്. 80യെ ഈ രണ്ട് സൈഡും ഈക്വൽ ആയതുകൊണ്ട് 80യെ നമുക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. അപ്പൊ 80യെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാ കിട്ടുന്നേ, 40. അപ്പൊ ഈ സൈഡ് 40 കിട്ടി, ഈ സൈഡ് 40 കിട്ടി. അപ്പൊ നമുക്ക് ഫുൾ കിട്ടിയില്ലേ, എല്ലാത്തിന്റെയും ആംഗിൾസ് നമുക്ക് കിട്ടിയില്ലേ. നമ്മളോട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്, ട്രയാങ്കിൾ ABCയുടെയും ട്രയാങ്കിൾ OBCയുടെയും ഫുൾ ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോ നമുക്ക് അതൊന്ന് എഴുതാം, അതിന്റെ ഫുൾ ആംഗിൾസ് നമുക്കൊന്ന് എഴുതാം. അപ്പോ ആദ്യത്തേത് ട്രയാങ്കിൾ ABC അല്ലെ, ട്രയാങ്കിൾ ABC. അപ്പൊ ട്രയാങ്കിൾ ABCയുടെ അതിൽ ആരൊക്കെയാണ് വരുന്നത്, ആംഗിൾ A ഉണ്ട്, ആംഗിൾ B ഉണ്ട്, ആംഗിൾ C ഉണ്ട് അല്ലെ. ABCയുടെ കണ്ടുപിടിക്കണം. അപ്പൊ ആംഗിൾ Aയുടെ എന്താണ് വന്നേക്കുന്നത്, 20 പ്ലസ് 30 അല്ലെ. 30 പ്ലസ് 20 ഈക്വൽസ് 50. ആംഗിൾ ബിയുടെ എന്തൊക്കെയാണ് വന്നേക്കുന്നത്, 40 പ്ലസ് 20 അപ്പോ 60. ആംഗിൾ സിയുടെ ആരൊക്കെ വന്നേക്കുന്നത്, 40 പ്ലസ് 30 എത്ര വന്നേക്കുന്നത്, 70 ഡിഗ്രി. അപ്പൊ നമുക്ക് ട്രയാങ്കിൾ ABCയുടെ ഫുൾ ആംഗിൾസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത് കണ്ടുപിടിക്കേണ്ടത് ആരെയാണ്, ട്രയാങ്കിൾ OBC. ട്രയാങ്കിൾ OBCയുടെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അവിടെ ആരൊക്കെയാണ് ഉള്ളത്, ആംഗിൾ O, ആംഗിൾ B, ആംഗിൾ C. ഇത്രയും കണ്ടുപിടിക്കണം. അപ്പോ ആംഗിൾ Oയുടെ എത്രയാണ്, ഇത് മാത്രമേ സ്മോൾ ഇത് ട്രയാങ്കിളിനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോ ആംഗിൾ Oയിൽ ആരാ ഉള്ളത്, 100 ഡിഗ്രി ഉണ്ട്. ആംഗിൾ ബിയിൽ ഈ ട്രയാങ്കിളിന്റെ മാത്രമാണ് 40 ഡിഗ്രി ഉണ്ട്. സിയുടെ എത്രയുണ്ട്, 40 ഡിഗ്രി. അപ്പോ ഇത് കിട്ടി കഴിഞ്ഞില്ലേ. ഇനി അടുത്ത ഈ ക്വസ്റ്റ്യനിൽ തന്നെ അടുത്തതിലേക്ക് പോകാം. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യന്റെ സെക്കൻഡ് ഫിഗർ ആണ്, സെയിം തന്നെയാണ്, അതുപോലെ തന്നെയാണ് ഇതും ചെയ്യുക. ഇതില് ആംഗിൾസ് തന്നേക്കുന്നത് വ്യത്യാസമാണ്. 40 ഇവിടെ 30 തന്നിട്ടുണ്ട്. നേരത്തെ ചെയ്ത അതേ രൂപേണ നമുക്ക് ഇതും ചെയ്യാം. എങ്ങനെയാ ചെയ്യാം, ഇവിടെ 40 ഡിഗ്രി തന്നിട്ടുണ്ട്, ഇവിടെ 30 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോ ഈ സർക്കിളിന്റെ റേഡിയസിൽ നിന്ന് ഫോം ചെയ്യുന്ന ട്രയാങ്കിൾ ആണ് ഈ സ്മോൾ വൺ അല്ലെ.
ഒ ബി സി എന്ന് പറയുന്നത് സർക്കിളിൽ നിന്ന് വന്ന ട്രയാങ്കിൾ ആണ്. അപ്പൊ ഇതെന്താണ്? ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഐസോസെലസ് ട്രയാങ്കിളിന്റെ രണ്ട് സൈഡും എന്താണ്? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ 40 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും എന്താണ്? 40 ഡിഗ്രി ആണ് അല്ലെ? അതേപോലെ ഈ 40 ഡിഗ്രി അതായത് ഒരു ട്രയാങ്കിളിന്റെ ഫുൾ ഇതെന്ന് പറഞ്ഞാല് 180 ഡിഗ്രി ഫുൾ ആംഗിൾ. ഒരു ട്രയാങ്കിളിന്റെ ഫുൾ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. അപ്പോ ഇവിടെ 40 തന്നിട്ടുണ്ട് അല്ലെ? താഴെ 80 വന്നിട്ടുണ്ട്. അപ്പോ 40 പ്ലസ് 40 80 ഡിഗ്രി അല്ലെ? അപ്പൊ 180ന്ന് 80 മൈനസ് ചെയ്താല് ഇവിടുത്തെ ഓയിന്റെ പോയിന്റ് കിട്ടും അല്ലെ? അപ്പൊ 180 മൈനസ് 80 ഈക്വൽസ് എത്രയാണ്? 100. ഇതൊക്കെ നമുക്ക് നേരത്തെ കിട്ടിയതാണ്. അപ്പൊ ഇവിടുത്തെ എന്താണ്? 100 ഡിഗ്രി. അപ്പൊ ഈ ട്രയാങ്കിളിന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതിൻ്റെത്. അപ്പോ ഈ ട്രയാങ്കിളിന്റെ എ ബി സി. അപ്പൊ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ഈ രണ്ട് പോയിന്റ്സ് നമ്മൾ ജോയിൻ ചെയ്യാം. എയും ഒയും തമ്മിൽ ജോയിൻ ചെയ്തു. അപ്പോ രണ്ട് ട്രയാങ്കിൾ കിട്ടി. അപ്പോ നമുക്കറിയാം ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഈ രണ്ട് ട്രയാങ്കിളും ഈ സർക്കിളിന്റെ റേഡിയസിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത് അല്ലെ? ഈ ഒരു ലൈൻ എയിൽ നിന്ന് ഒയിലേക്ക് സെന്ററിലേക്ക് വരച്ചപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾ നമുക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ എന്ത് ട്രയാങ്കിൾ ആണ്? ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഐസോസെലസ് ട്രയാങ്കിളിന്റെ രണ്ട് സൈഡും എന്താണ്? ഈക്വൽ ആണ് അല്ലെ? ഈ സൈഡും ഈക്വൽ ആണ്. ഈ സൈഡും ഈക്വൽ ആണ്. അപ്പൊ AO ഈക്വൽസ് എന്താണ്? ഈക്വൽ ടു ഈക്വൽ ആണ് എന്ത്? OB. അതുപോലെ AO ഈക്വൽസ് എന്താണ്? OC. അത് നമ്മൾ നേരത്തെ മുന്നത്തെ പ്രോബ്ലത്തിൽ പഠിച്ചതാണ്. അപ്പോ ഇവിടെ 30 ഡിഗ്രി ആണെങ്കിൽ ഈ സൈഡും എന്തായിരിക്കും? ആംഗിൾ എയും എന്താണ്? 30 ഡിഗ്രി ആണ്. അതേപോലെ തന്നെയാണ് ഇവിടെയും രണ്ട് സൈഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 30 പ്ലസ് 30 കിട്ടിക്കഴിഞ്ഞു. ഇത് 180ന്ന് മൈനസ് ചെയ്യണം. ഇവിടെ അതുപോലെ ചെയ്യാണ്. 30 പ്ലസ് 30 ഈക്വൽസ് എത്രയാണ്? 60 അല്ലെ? ഇതിനെ 180ൽ നിന്ന് നമ്മൾ 60 മൈനസ് ചെയ്യണം. അപ്പൊ നമുക്ക് എത്രയാ കിട്ടുക? 120 കിട്ടുകയാണ് അല്ലെ? ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ 120 കിട്ടി. ഈ സൈഡും നമുക്ക് കിട്ടി. ഇനി കിട്ടാനുള്ളത് ഇവിടെയാണ് കിട്ടാനുള്ളത്. അപ്പോ ഇവിടെ ഒരു സർക്കിളിന്റെ നേരത്തെ പഠിച്ചത് തന്നെയാണ്. ഒരു സർക്കിളിന്റെ റേഡിയസിന്റെ ആംഗിൾ എത്രയാണ്? 360 ഡിഗ്രി ആണ് അല്ലെ? 360 ഡിഗ്രി ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ 360 ഡിഗ്രിയിലെ രണ്ട് സൈഡ് നമുക്ക് കിട്ടി. 100 കിട്ടി, 120 കിട്ടി. അപ്പൊ ഈ 100നെയും 120യും പ്ലസ് ചെയ്തിട്ട് തമ്മിൽ ആഡ് ചെയ്തതിന് ശേഷം 360ന്ന് മൈനസ് ചെയ്താൽ ഇവിടുത്തെ ഈ സെന്ററിന്റെ നമുക്ക് ആംഗിൾ കിട്ടും അല്ലെ? അപ്പോ 120 പ്ലസ് 100 ഈക്വൽസ് എത്രയാണ്? 120 പ്ലസ് 100 എത്രയാണ്? 220 അല്ലെ? ഈ 220യെ നമുക്ക് 360യിൽ നിന്ന് മൈനസ് ചെയ്യാം. 360 മൈനസ് 220 എത്രയാണ് കിട്ടുക? 140 അല്ലെ? 140 ആണ് കിട്ടുക. അപ്പൊ ഇവിടുത്തെ ആംഗിൾ എത്ര കിട്ടി നമുക്ക്? 140 ഡിഗ്രി കിട്ടി. അപ്പോ ഇനിയുണ്ട്. ഇതും ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്, അത് നമുക്കറിയാം. അപ്പൊ ഇവിടെ 140 കിട്ടി. ഒരു ട്രയാങ്കിളിന്റെ ടോട്ടൽ എത്രയാണ്? 180 ആംഗിൾ ആണ് അല്ലെ? ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾ എന്ന് പറയുന്നത് ടോട്ടൽ 180 ആണ്. അതിൽ 140 നമുക്ക് കിട്ടി. അപ്പൊ ഈ 140യെ 180യിൽ നിന്ന് മൈനസ് ചെയ്താൽ ഈ രണ്ട് സൈഡും കൂടെ നമുക്ക് കിട്ടിയില്ലേ? 180 മൈനസ് 140 എത്രയാണ്? 40 അല്ലെ? 40 ആണ് കിട്ടിയത്. അപ്പൊ ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ ഈ 40 രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതായത് 40 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 20 അല്ലെ? അപ്പൊ ഈ രണ്ട് സൈഡിലെയും ആംഗിൾസ് നമ്മൾക്ക് കിട്ടി. 20 നേരത്തെ പഠിച്ചതുപോലെ തന്നെയാണ്. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ ലാസ്റ്റ് ഫിഗറിന്റെതും കൂടെ നമുക്കൊന്ന് ചെയ്യാം. ഇവിടെ ആ ഫിഗറിന്റെ തന്നെ ആ ക്വസ്റ്റ്യന്റെ തന്നെ ലാസ്റ്റ് ഫിഗർ ആണ്. അപ്പോ ഇത് ടോട്ടലി ഡിഫറെന്റ് ആണ്. മനസ്സിലായില്ലേ? ഇത് ടോട്ടലി ഡിഫറെന്റ് ആണ്. ആംഗിൾസും ഒക്കെ ഡിഫറെന്റ് ആണ് തന്നേക്കുന്നത്. ഇവിടെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ട്രയാങ്കിൾ ABC-യുടെ ഫുൾ ആംഗിൾസും ട്രയാങ്കിൾ OBC-യുടെ ഫുൾ ആംഗിൾസും കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ട്രയാങ്കിൾ OBC എടുക്കാം അല്ലെ? ഇത് OBC ഈ ആംഗിൾ നമുക്ക് എടുക്കാം. ഇതൊരു എന്താണ്?
സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഫോം ചെയ്തേക്കുന്നതാണ്. അപ്പൊ ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അപ്പോ ഇതിന്റെ ഒരു സൈഡ് തന്നിട്ടുണ്ട് 70 ഡിഗ്രിന്ന്. അപ്പോ ഒരു ട്രയാങ്കിളിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അപ്പോ 180 ഡിഗ്രിന്ന് 70 ഐസോസെലസ് ആയിട്ട് രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പോ 180 നിന്ന് ഈ 70 മൈനസ് ചെയ്താല് ബാക്കി രണ്ട് സൈഡിന്റെയും കൂടെ നമുക്ക് കിട്ടും അല്ലെ. 180 70 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 110 കിട്ടും അല്ലെ. അപ്പൊ രണ്ട് സൈഡ് ഈക്വൽ ആയിട്ട് രണ്ട് ഐസോസെലസ് ട്രയാങ്കിൾ ആയിട്ട് രണ്ട് സൈഡും ഈക്വൽ ആണ്. അപ്പൊ 110 ഡിവൈഡഡ് ബൈ 2 എത്രയാണ് കിട്ടുക? 55. അപ്പൊ ഇതിന്റെ ഒരു സൈഡിലെ ആംഗിൾ 55 ഡിഗ്രി, ഇവിടെയും 55 ഡിഗ്രി അല്ലെ. അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞു. അപ്പോ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? ഇതിന്റെ എങ്ങനെ എഴുതാം? OBCയുടെ ആംഗിൾസ് എങ്ങനെ നമുക്ക് നോട്ട് ചെയ്യാം? ആംഗിൾ OBC അല്ലെ, OBC ആംഗിൾ OBC ഈക്വൽസ് എത്ര ഡിഗ്രിയാണ്? 55 ഡിഗ്രി. അടുത്തത് ആംഗിൾ OCB ഈക്വൽസ് എത്ര ഡിഗ്രി? 55 ഡിഗ്രി. അപ്പൊ അടുത്തത് എന്താണ്? COB അല്ലെ. ആംഗിൾ COB എത്ര ഡിഗ്രിയാണ്? 70 ഡിഗ്രി. അപ്പൊ നമുക്ക് ട്രയാങ്കിൾ OBCയുടെ എല്ലാ ആംഗിൾസും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ട്രയാങ്കിൾ ABCയുടെ നോക്കാം അല്ലെ. ട്രയാങ്കിൾ ABCയുടെ എന്ന് പറഞ്ഞാല് ABC ഈ ഒരു ആംഗിളാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ട്രയാങ്കിൾ അല്ലെ, ഇത്രയും വശമാണ് കിട്ടിയേക്കുന്നത്. അപ്പോ ABC അതായത് AC അല്ലെ. ഈ ഒരു ഇത് കണ്ടായിരുന്നു, ഇവിടെ നിന്നൊരു ആർക്ക്. ഈ AC എന്ന് പറയുന്ന ലൈൻ ഈ ഓയിലേക്ക്, ഈ സെന്ററിലേക്ക് ജോയിൻ ചെയ്ത് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നുണ്ട് ഇല്ലേ. ഈ AC എന്ന് പറയുന്ന ലൈൻ രണ്ടും കൂടെ ചേർന്ന് സെന്ററിലേക്ക് ഓയിലേക്ക് ഒരു ആംഗിള് വരുന്നുണ്ട്. എത്ര ഡിഗ്രി അത്? 40 ഡിഗ്രി അല്ലെ. അത് ACയിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഓയിലേക്ക് പോയിരിക്കുകയാണ്. അത് 40 ഡിഗ്രി. പിന്നെ അത് മാത്രമല്ല, ACയിൽ നിന്ന് അവിടെ കൂടെ തന്നെ ഒരു ആൾട്ടർനേറ്റീവ് ലൈൻ ബിയിലേക്ക് പോകുന്നുണ്ട് അല്ലെ. ഈ ACയിൽ നിന്നുള്ള ആർക്കിൽ നിന്നുള്ള അതേ ലൈൻ ഇവിടെ പോകുന്നതിന് പകരം ഈ രണ്ട് ലൈൻസ് കൂടെ ഇവിടെ നിന്ന് ചേർന്നിട്ട് ബിയിലേക്ക് പോവാണ് അല്ലെ. ഈ ബിയിലേക്ക് പോവാണ് ഇവിടെ. അപ്പോ ഈ ബിയുടെ ഈ ലൈൻ ഇവിടെ നിന്ന് ഈ ലൈൻ ഇങ്ങനെ പോവാണ്, ഇത്രയും വരികയാണ് സിയിലേക്ക് അല്ലെ. ഈ ഓൾട്ടർനേറ്റീവ് ലൈൻ എന്ന് പറയുന്ന സെന്ററിന്റെ ഹാഫ് ആയിരിക്കും. അതായത് സെന്റർ എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് കിട്ടിയത്? ഇവിടെ നിന്ന് ടോട്ടൽ എത്ര കിട്ടി? 40 ഡിഗ്രി. അപ്പൊ 40യുടെ പകുതി ആയിരിക്കും, ഹാഫ് ആയിരിക്കും ബിയിലേക്ക് പോയ ഓൾട്ടർനേറ്റീവ് ലൈൻ അല്ലെ. 40/2. അപ്പൊ 40/2 എന്ന് പറയുമ്പോ എത്രയാവും? 20 ആവും അല്ലെ. ഈ ബിയിലേക്ക് പോയിരിക്കുന്ന ലൈൻ നമ്മളെടുത്ത് ABC ആണ് കണ്ടേക്കാൻ പറഞ്ഞേക്കുന്ന. ഇതിൽ ബിയിലേക്ക് ഫോം ചെയ്തത് ആംഗിൾ B എന്ന് പറയുന്നത് 20 ഡിഗ്രി നമുക്ക് കിട്ടി അല്ലെ. അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത് നമുക്ക് നോക്കാം. അതേപോലെ ഈ ACയിൽ പോയിരുന്നത് പോലെ തന്നെ CB അല്ലെ. ഈ CBയിൽ നിന്നും ഒരു ലൈൻ ഫോം ചെയ്ത് ഏതിലേക്ക് പോകുന്നുണ്ട്? സെന്ററിലേക്ക് പോകുന്നുണ്ട്. CBയിൽ നിന്നും ഈ ലൈനിൽ നിന്നും ഫോം ചെയ്ത് വീണ്ടും എന്തിലേക്ക് പോകുന്നുണ്ട്? സെന്ററിലേക്ക് പോകുന്നുണ്ട് അല്ലെ. അപ്പോ സെന്ററിലേക്ക് പോകുന്ന ലൈൻ എത്ര ഡിഗ്രി എന്നാ വന്നേക്കുന്നേ? 70 എന്നാണ് വന്നേക്കുന്നത് അല്ലെ. അപ്പോ ഇതിന്റെ ഹാഫ് ആയിരിക്കില്ലേ? ഇതേപോലെ തന്നെയാണ് വന്നേക്കുന്നത്. ഇവിടെ നിന്ന് രണ്ടും കൂടെ ഫോം ചെയ്ത് സെന്ററിലേക്ക് പോയിട്ടുണ്ട്. അവിടെ നിന്ന് ആൾട്ടർനേറ്റീവ് ലൈനായിട്ട് എങ്ങോട്ടേക്കാണ് പോയിരിക്കുന്നത്? നേരത്തെ പോലെ സെയിം തന്നെയാണ്. ഇവിടെ നിന്ന് രണ്ടും ഫോം ചെയ്തിട്ട് നേരെ സെന്ററിലേക്ക് പോയിട്ടുണ്ട്. അവിടെ നിന്ന് അതേപോലെ ഓൾട്ടർനേറ്റീവ് ലൈനായിട്ട് നേരെ എവിടേക്ക് വന്നിട്ടുണ്ട്? എയിലേക്ക് വന്നിട്ടുണ്ട് അല്ലെ. അപ്പോ ഇതിന്റെ ഹാഫ് ആയിരിക്കില്ലേ ഇതും? നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. ഈ ACയിൽ നിന്ന് രണ്ട് ലൈൻസ് ജോയിൻ ചെയ്ത് ഓയിലേക്ക് പോയിട്ടുണ്ട്. അവിടെ 40 ഡിഗ്രിയാണ് എഴുതിയേക്കുന്നത്. അപ്പൊ അതിന്റെ ഹാഫ് ആയിരിക്കും എന്ത്? ഓൾട്ടർനേറ്റീവ് ലൈനായിട്ട് ഇവിടേക്ക് പോയത്. അപ്പം 40/2 നമ്മൾ 20 എഴുതി. B നമുക്ക് 20 കിട്ടി. ഇവിടെ അതുപോലെ തന്നെയാണ്. CBയിൽ നിന്ന്, അതായത് BCയിൽ നിന്നും രണ്ട് ലൈൻസും കൂടെ നേരെ ചെന്ന് എവിടേക്ക് എത്തിച്ചിരിക്കുകയാണ്?
ഓയിലേക്ക് സെന്ററിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ 70 ഡിഗ്രി വന്നിട്ടുണ്ട്. എന്നിട്ട് അത് മാത്രമല്ല സെയിം ഇതേപോലെ ഓൾട്ടർനേറ്റീവ് ലൈൻ ഇവിടെ കണ്ടു, ഓൾട്ടർനേറ്റീവ് ലൈനായിട്ട് നേരെ വന്ന് എയിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോ ഈ സെൻട്രലിന്റെ പകുതി തന്നെയായിരിക്കും എന്ത് എയും വരിക. അപ്പോ 70/2 എത്രയാ കിട്ടുക? 70/2 എന്ന് പറയുമ്പോ 35 ഡിഗ്രി അല്ലെ? അപ്പോ ആംഗിൾ എ എന്ന് പറയുന്ന എത്ര ഡിഗ്രി നമുക്ക് കിട്ടി? ഇവിടെ 35 ഡിഗ്രി നമുക്ക് കിട്ടി. ആംഗിൾ 35 ഡിഗ്രി നമുക്ക് കിട്ടി. അപ്പോ ഇനി കണ്ടുപിടിക്കാനുള്ളത് സിയുടെ ഇതാണ് കണ്ടുപിടിക്കാനുള്ളത്. എ ബി സി കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എ കിട്ടി, ബി കിട്ടി, ഇനി കിട്ടാനുള്ളത് സി ആണ് അല്ലെ? അപ്പൊ സി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതൊരു ട്രയാങ്കിൾ ആണ് കാണിച്ചിരിക്കുന്നത്. 180യിൽ നിന്ന് ഈ കിട്ടിയ 2 നമുക്ക് മൈനസ് ചെയ്തൂടെ? അതായത് 20 + 35 20 ഡിഗ്രി പ്ലസ് 35 എത്രയാണ്? 55. അപ്പോ 180 - 55 അല്ലെ? 180 - 55 എത്രയാ വരിക? 125 എന്ന് കിട്ടും. 125 ഡിഗ്രി. അപ്പൊ ഇവിടത്തെ എത്ര കിട്ടി നമുക്ക്? 125 ഡിഗ്രി കിട്ടി അല്ലെ? സിയുടേത് 125 ഡിഗ്രി കിട്ടി. അപ്പോ എ ബി സിയുടേതും ടോട്ടലായിട്ട് നമുക്ക് കിട്ടി. നമുക്കിത് എങ്ങനെ എഴുതാം? നമുക്കിത് എങ്ങനെ നോട്ട് ചെയ്യാം? നമുക്കിത് നോട്ട് ചെയ്യാം അല്ലെ? അപ്പൊ ഫസ്റ്റ് ആംഗിൾ എങ്ങനെ എഴുതുക? ആംഗിൾ ബി എ സി അല്ലെ? ബി എ സി 35 ഡിഗ്രി. ആംഗിൾ ബി എ സി 35 ഡിഗ്രി നമുക്ക് എങ്ങനെയാ കിട്ടിയത്? 35 ഡിഗ്രി നമുക്ക് എങ്ങനെയാ കിട്ടിയത്? 70 / 2 അങ്ങനെയാണ് 35 ഡിഗ്രി കിട്ടിയത്. അപ്പൊ അടുത്തത് ആംഗിൾ എ ബി സി. ആംഗിൾ എ ബി സി എങ്ങനെയാണ്? 20 കിട്ടിയേക്കുന്നത് അല്ലെ? 20 എങ്ങനെ കിട്ടി നമുക്ക്? ഈ 40 / 2 20 കിട്ടി. ഇനി ലാസ്റ്റ് വൺ എന്താ കാണുക? ആംഗിൾ എ സി ബി അല്ലെ? എ സി ബി അതെങ്ങനെയാ കിട്ടിയത്? ഇത് രണ്ടും ആഡ് ചെയ്ത് 180 കൊണ്ട് മൈനസ് ചെയ്തു. അപ്പോഴാണ് നമുക്ക് ഇവിടുത്തെ 125 കിട്ടിയത് അല്ലെ? അപ്പോ 35 + 20 - 180 അല്ലെ? ഇങ്ങനെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോ 35 + 20 എത്രയാണ്? 55 - 180 എത്രയാണ്? 125 ഡിഗ്രി. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിന്റെ എല്ലാ ഫിഗേഴ്സും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വൺ ചെയ്യാം.